മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെയാണ് കണ്ണൻ്റെയും മഹിയുടെയും അടുത്ത് നിന്ന് വളരെ സങ്കടത്തോടു കൂടി തന്നെ ഇവരുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് മഞ്ജു ആണെങ്കിൽ പറയുന്നുണ്ട്, ഞങ്ങളെ ഒരു രീതിക്കും ആരും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ഉറച്ചു തന്നെയാണ് സാഗരേട്ടൻ എന്നെ വിവാഹം ചെയ്തത്. എന്നിട്ട് സാഗരേട്ടനെയും എന്നെയും ജീവിക്കാൻ ആരും അനുവദിക്കുന്നില്ല. അത് കണ്ണേട്ടനാണെങ്കിലും പോലും ഏട്ടത്തിയാണെങ്കിലും മേഘനാണെങ്കിലും എല്ലാം ഒരുപോലെ തന്നെയാണെന്നെല്ലാം മഞ്ജു പറയുന്നുണ്ട് വളരെ സങ്കടത്തോടുകൂടി തന്നെ. ഇത് കേൾക്കുന്ന കണ്ണനിക്കും മഹിക്കും വളരെ സങ്കടമാകുന്നുണ്ട്. അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്ത് ചെയ്താലും ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്തോട്ട് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു മഞ്ജു. പിന്നീട് വളരെ വിഷമത്തോടുകൂടി തന്നെ സാഗറുമായിട്ട് മഞ്ജു സംസാരിക്കുന്നുണ്ട്. സാഗരേട്ടൻ നമ്മളിനി എങ്ങനെ ജീവിക്കും? നമ്മളെ ഒരു രീതിക്കും ആരും ജീവിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. എവിടെ ചെന്നാലും മേഘനാണെങ്കിൽ എൻ്റെ പിറകെ തന്നെ നടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ നാട് വിട്ട് എവിടെയെങ്കിലും പോയാലോ സാഗരേട്ട എന്ന് പറയുന്നുണ്ട്. സാഗർ പറയുന്നുണ്ട്, ആരെയും ഒളിച്ചോടി നമുക്ക് ജീവിക്കേണ്ട മഞ്ജു, എല്ലാവരുടെയും മുന്നിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതാണ് നമ്മളുടെ വാശി. എന്നാൽ മാത്രമേ നമുക്ക് എല്ലാവരുടെയും മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം അങ്ങോട്ടേക്ക് ഒരു കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അപ്പോഴേ മഞ്ജു പോയി നോക്കുമ്പോഴേക്കും മേഘനാഥനായിരിക്കും അവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ മേഘനാഥനെ കാണുന്നതും മഞ്ജു ആണെങ്കിൽ ഒന്ന് ഞെട്ടുന്നുണ്ട്. ഭാര്യയും ഭർത്താവും വലിയ വിഷമത്തിലായിരിക്കുമല്ലേ? രണ്ടുപേരുടെയും ജോലി ഒരു ദിവസം തന്നെ പോയല്ലോ. മഹാഭാഗ്യമുള്ള ആൾക്കാരാണ് നിങ്ങൾ, രണ്ടുപേരും നല്ല പൊരുത്തമുണ്ടെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മേഘനാണെങ്കിൽ മഞ്ജുവിനെ കളിയാക്കുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് സാഗരം വരുന്നുണ്ട്. ഇയാൾ ഇവിടെ തന്നെ ഉണ്ടല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മേഘം വീണ്ടും കളിയാക്കാൻ ശ്രമിക്കുമ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, തനിക്കെന്ത് കാര്യം ഇവിടെ വരാൻ? ഞങ്ങൾ ജീവിക്കുന്നിടത്തോട്ട് താൻ വന്ന് ഞങ്ങളെ ശല്യം ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞ് മഞ്ജു ചീത്ത പറയുന്നുണ്ട്. ഈ മേഘൻ ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂടി മഞ്ജു. നിന്നെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം എന്താണെന്ന് അറിയിക്കില്ല. നിൻ്റെ പിറകെ നടന്നുകൊണ്ട് നിങ്ങളെ ശല്യം ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ജീവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് മേഘൻ. അത് കേൾക്കുമ്പോഴേക്കും മഞ്ജുവിനാണെങ്കിൽ കൂടുതൽ ദേഷ്യമാകുന്നുണ്ട്. മഞ്ജു പറയുന്നുണ്ട്, നീ ആരാണെന്നും നീ എന്നെ അറിയിക്കേണ്ട കാര്യമില്ല. നീ ആരാണെന്ന് നന്നായിട്ട് തന്നെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഇറങ്ങി തിരിച്ചതെന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോഴേക്കും സാഗർ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് വലിയ വർത്തമാനം പറയാതെ ഇറങ്ങിപ്പോടോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും സാഗറിനെ കയറി പിടിക്കുന്നുണ്ട് മേഘൻ. എന്നിട്ട് സാഗറിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും മഞ്ജു ആണെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടി സാഗറിനെ മേഘനിൽ നിന്നും പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പോഴേക്കും മേഘൻ പറയുന്നുണ്ട്, എടി നിങ്ങൾ രണ്ടുപേരും തെണ്ടി ജീവിക്കടി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മേഘൻ പിന്നെയും വഴക്ക് പറയുന്നുണ്ട്. അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, തെണ്ടി ജീവിച്ചാലും നിൻ്റെ വീട്ടുപടിക്കും ഞാനും സാഗറേട്ടനും വരില്ലടോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറ്റി ഇറക്കുന്നുണ്ട് മഞ്ജു മേഘനെ. പിന്നീട് കണ്ണനും മഹിക്കുമാണെങ്കിൽ സാഗറിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോഴേക്കും വീണ്ടും വിഷമാകുന്നുണ്ട്. അപ്പം നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, ഇനി ഒരിക്കലും അവരെ ഉപദ്രവിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. അവർ നിരപരാധിയാണെന്നറിയുന്ന നിമിഷം നമ്മളുടെ കൂടെ തന്നെ ചേർത്ത് നിർത്തണം അവരെ രണ്ടുപേരെയും എന്ന് പറയുന്നുണ്ട്. ഞാൻ കാരണം എൻ്റെ മഞ്ജു വിഷമിക്കുന്നത് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടമാകുന്നുണ്ട് മഹി എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. ഉടനെ തന്നെ അങ്ങനെ മഹി പറയുന്നുണ്ട്, അങ്ങൊന്നും കൊണ്ട് വിഷമിക്കേണ്ട കണ്ണേട്ട, മഞ്ജുവിനെ നമ്മുടെ കൂടെ തന്നെ നിർത്തണം. എന്നാൽ മാത്രമേ നമുക്കൊരു സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ മഹിയും പറയുന്നുണ്ട്. പിന്നീട് കണ്ണനാണെങ്കിൽ മാർക്കോനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് മാർക്കോനോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് സാഗറിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കണം, അതിനുള്ള എവിഡൻസ് എല്ലാം കണ്ടുപിടിക്കണം എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ മഞ്ജുവിനെയും സാഗറിനെയും ഞങ്ങളുടെ കൂടെ തന്നെ കൂട്ടി ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിരപരാധിയാണെന്ന നിമിഷം ആ നിമിഷം തന്നെ ഞാൻ എൻ്റെ കൂടെ കൂട്ടുമെന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോഴേക്കും മാർക്കോയ്ക്ക് വളരെ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ മാർക്കോ ആണെങ്കിൽ ഇതിൻ്റെ എല്ലാം കാര്യങ്ങളെല്ലാം മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള പുതിയ എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.